തനിക്ക് നിരവധി അനവധി പ്രണയങ്ങളുണ്ട്. അത് തന്റെ വ്യക്തിപരമായ കാര്യം. അതൊന്നും ചോദിക്കാൻ ഇവിടെ ആരും വരണ്ട. ചോദിച്ചാലോട്ട് ഞാൻ മറുപടിയും പറയില്ല. പറയുന്നത് ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറാണ്. ഗണേഷ് കുമാറിനെ കുറിച്ച് ഭാര്യ നൽകിയ പരാതി, അത് മുഖ്യമന്ത്രിയെ പരാതി മുന്നോട്ട് കൊണ്ടുപോകാൻ മടി കാണിക്കുന്നു. മുഖ്യമന്ത്രി പരാതിയിൽ കൃത്യമായി ഇടപെടൽ നടത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഭാര്യ, അവരുടെ പേര് നമ്മൾ പരാമർശിക്കുന്നില്ല, ഭാര്യ ഇപ്പോൾ പരാതിയുമായി രംഗത്ത്. അവർ ആരോപിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ ഞാൻ എൻ്റെ ഭർത്താവിനെ വീട്ടിൽ വെച്ച് കണ്ടു എന്നാണ് പറയുന്നത്. അതായത് അവര് ഭാര്യയും ഭർത്താവും താമസിക്കുന്ന വീട്ടിൽ താൻ ഇല്ലാതിരുന്ന സമയത്ത് ഭർത്താവ് കാണാൻ പാടില്ലാത്ത ഇതിൽ താൻ കണ്ടു, അതിന്റെ തെളിവുകളടക്കം തൻ്റെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഗണേഷ് കുമാർ ഇതൊക്കെ നിഷേധിക്കുകയാണ്. എനിക്ക് പ്രണയമുണ്ട്, ഒരുപാട് സ്ത്രീകൾ അല്ലെങ്കിൽ ഒരുപാട് പേർ എന്നെ പ്രണയിക്കുന്നുണ്ട്, അതൊക്കെ എൻ്റെ വ്യക്തിപരമായ കാര്യം, പത്തനാപുരത്തെ ജനങ്ങൾക്ക് എന്നെ അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ഇതെല്ലാം പൂർണ്ണമായി തള്ളിക്കളയാണ്. ഇത് രാഷ്ട്രീയ പോരാണ്, കോൺഗ്രസ്സുകാരുണ്ടാക്കുന്ന കള്ളക്കഥയാണ്. KSUവിന്റെ നേതാവാണല്ലോ ഇത് വെളിയിൽ കൊണ്ടുവന്നത്. KSUവിന്റെ നേതാവിന് മാത്രം ഇത്തരത്തിലൊരു അറിയിപ്പ് കിട്ടിയത് എങ്ങനെയാണെന്ന് നമ്മൾ ആലോചിക്കണം. കാരണം വേറെ ആരും ഇത് വെളിയിൽ കൊണ്ടുപോകാൻ തയ്യാറായിട്ട്, അതിനകത്ത് കാണാൻ പറ്റാത്ത സാഹചര്യത്തിൽ കണ്ടു, ഇവര് കണ്ടതാണല്ലോ, ഇവരാണല്ലോ പരാതിക്കാരി. അവരുടെ ഈ കാണാൻ പറ്റാത്ത സാഹചര്യം എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അവർ പറയുന്നത്, ഒരു ഭാര്യ വന്ന് ഒരു ഭർത്താവിനെ കാണാൻ പറ്റാത്ത സാഹചര്യത്തിൽ കാണുക എന്ന് പറഞ്ഞാൽ ഒരു പരസ്ത്രീയുമായിട്ട് അതേ അവസ്ഥയിൽ കണ്ടു. മന്ത്രിയുടെ കൂടെ ഒരു സ്ത്രീയെ കണ്ടാൽ അത് മോശമായിട്ട് വിചാരിക്കാൻ ഒക്കത്തില്ല, കാരണം അദ്ദേഹം ജനപ്രതിനിധിയാണല്ലോ, ധാരാളം പേര് വരും. ഒരു മന്ത്രി ഇരിക്കുന്നിടത്ത് പോലീസ് കാണും, അതിൻ്റെ സംവിധാനങ്ങൾ കാണും, അല്ലെങ്കിൽ ആ രീതിയിലായിരിക്കുമല്ലോ മന്ത്രി എപ്പോഴും ഉള്ളത്, കാരണം ഇദ്ദേഹം ഗൺമാനെങ്കിലും ഉണ്ടാവും. അപ്പം അവര് നിൽക്കുമ്പോൾ കാണാൻ പറ്റാത്ത സാഹചര്യത്തിൽ കണ്ടെന്ന് പറഞ്ഞാൽ മന്ത്രിയുടെ സ്വകാര്യ മുറിയിലോ അല്ലെങ്കിൽ അത്തരത്തിലോ അല്ലെങ്കിൽ മന്ത്രി അല്ലാത്ത രീതിയിലോ ഒക്കെ ചില സാഹചര്യങ്ങൾ, അതായത് ഇപ്പം അവർ പറയുന്ന അനുസരിച്ചാണെങ്കിൽ അവർ കാണാൻ പറ്റാത്ത സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ ഏറ്റവും സഹിക്കാത്ത, ഒരു ഭാര്യ എന്ന് പറയുന്ന സ്ത്രീ ഏറ്റവും സഹിക്കാത്ത സാഹചര്യം എന്ന് പറഞ്ഞാൽ മറ്റൊരു സ്ത്രീയുമായിട്ട് മറ്റ് ചില രീതിയിൽ കണ്ടു എന്നുള്ളതാണ്. അപ്പം ഇവർക്ക് വേണമെങ്കിൽ അത് വ്യക്തത വരുത്താം. ഇവിടെ തെളിവുകളുണ്ടെന്ന് പറയുന്നു, കൂടെ കണ്ട സ്ത്രീയുടെ പേര് പോലും പറയാം, അതിന് അവകാശം അവർക്കുണ്ട്, നമുക്ക് അവകാശം ഉണ്ടെന്നുള്ള കാര്യത്തെ പറ്റി നമുക്കറിയത്തില്ല. അപ്പം മന്ത്രി നിഷേധിക്കുമ്പോൾ ആ കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തി കൃത്യത വരുത്തി പറയേണ്ട ഒരവസ്ഥ. ഇപ്പം ബൈറ്റെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ, ഏഷ്യാനെറ്റ് പോലെ അല്ലെങ്കിൽ മാധ്യമങ്ങൾ കൂടി ബൈറ്റെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഇനി ഈ ബന്ധം വേണ്ടതില്ല എന്നുള്ളതാണല്ലോ എൻ്റെ അർത്ഥം. വേണമെന്നുണ്ടെങ്കിൽ അത് അവിടെ വെച്ച് അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിനകത്ത് വെച്ച് തീരേണ്ടതാണ്. അപ്പം അതിനകത്ത് ആദ്യമേ വിളിച്ചറിയിക്കുന്ന ശ്രീലേഖയാണ്. ശ്രീലേഖയെ പോലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥ, രണ്ടാമത് ഇപ്പോൾ BJPയുടെ സമുന്നതനായ നേതാവ്, കേരളം ചർച്ച ചെയ്യുന്ന ഒരു രാഷ്ട്രീയക്കാരി, അവർക്ക് നിയമങ്ങൾ അറിയാം, പിന്നെ രണ്ടാമത് ഒരു പ്രബലമായ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് കൂടി. കിട്ടി, പിന്നെ BJP അവരുടെ ഭർത്താവിന്റെ സഹോദരിയാണ്. അപ്പൊ നാത്തൂൻ എന്ന് പറയും, ഏറ്റവും അടുത്ത ബന്ധം, ഭർത്താവിന്റെ സഹോദരി എന്ന് പറഞ്ഞാൽ നാത്തൂൻ എന്ന് പറയും. ഇപ്പം ഏറ്റവും അടുത്ത ബന്ധമാണ്, അതുകൊണ്ട് ആദ്യം വിളിച്ച് അവരുടെ അടുത്ത് പറയുന്നു. കാരണം ഇവർക്ക് അപ്പം ഇതിനകത്ത് ഇനിയും തെളിയേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പം മുഖ്യമന്ത്രി എടുത്ത് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയമല്ലേ സാർ, മുഖ്യമന്ത്രി അതിനകത്ത് വെച്ച് നീട്ടാൻ ശ്രമിക്കും എന്നുള്ള കാര്യം ആരായാലും അറിയാം. നേരത്തെ ഉമ്മൻചാണ്ടി ഇരുന്ന സമയത്ത് ഇതുപോലെ ഇദ്ദേഹത്തിനെതിരെ ഒരു വല്ലാത്ത വിഷയം വന്നപ്പോൾ ആ മാന്യനായ മനുഷ്യൻ അത് വളരെ വെച്ച് നീട്ടി. കാരണം അദ്ദേഹം 2-3 കാര്യമാണ് ചിന്തിച്ചത്. ഒന്ന്, മന്ത്രിസഭയ്ക്ക് കേടുപാട് സംഭവിക്കും, അല്ലെങ്കിൽ നാണക്കേടാണ്. രണ്ടാമത്, അദ്ദേഹം അതിനകത്ത് ശ്രമിച്ചതെന്ന് നമ്മൾ പേഴ്സണലി അറിയുമ്പോൾ ഇദ്ദേഹത്തിന്റെ മുഖത്തൊരു പാട് കണ്ട് അത് സോഷ്യൽ മീഡിയയിൽ വലിയ വലിപ്പത്തിൽ അടി കൊണ്ടതാണ്, അത് മറ്റേ സരിതയുടെ ഭർത്താവ് അടിച്ചതാണെന്നൊക്കെയുള്ള രീതിയിൽ വരുന്നു. അപ്പം അതിനകത്ത് കുടുംബ പ്രശ്നം ആരും അറിയാതെ ഏറ്റവും കൂടുതൽ ഒതുക്കാൻ ശ്രമിച്ചിട്ടുള്ളൂ. മരിച്ചു പോകുന്നിടം വരെ അതിനകത്തെ ആ കുടുംബ പ്രശ്നകത്തിൽ അല്ലെങ്കിൽ മന്ത്രിയെ അടിച്ചതാണെന്നുള്ള ആ നടന്ന സംഭവത്തിന്റെ യഥാർത്ഥ കാര്യം അറിയാവുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല. ആര് ചോദിച്ചപ്പോഴും അദ്ദേഹത്തിന്റെ മന്ത്രിസഭ വീഴുന്ന അവസ്ഥ വന്നപ്പോഴും, മന്ത്രിസഭ ഏറ്റവും മോശമാകുന്ന അവസ്ഥ വന്നപ്പോഴും അദ്ദേഹം പറഞ്ഞു, ഞാൻ മരിക്കുന്നതോടുകൂടി എൻ്റെ വായിലൊന്നും രഹസ്യം വരത്തില്ല, ഞാൻ മരിക്കുന്നതോടുകൂടി അതും കുഴിച്ചു മൂടപ്പെടും. അപ്പം അന്നും ഇദ്ദേഹത്തിന്റെ പേരിൽ വരുന്ന ഒരു ആരോപണം ഇതാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങളാണ് ഇപ്പൊ വീണ്ടും വന്നിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞത്, പിണറായി വിജയൻ ഇതിനകത്ത് എടുത്തില്ല അല്ലെങ്കിൽ കേസ് എടുത്തില്ല മറ്റു കാര്യങ്ങളൊന്നും, പിണറായി വിജയൻ ഇത് കേട്ടിട്ടുണ്ടാകും. പിന്നെ അതിനകത്ത് അദ്ദേഹം ധൃതി പിടിക്കാത്തതും, ഒരുപക്ഷെ അദ്ദേഹം സേവ് ചെയ്യുന്നില്ലെങ്കിൽ പോലും അത് ആക്ഷൻ എടുക്കാത്തതിന് കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഇലക്ഷൻ സമയത്ത് ഈ പല വിഷയങ്ങൾ വരുമ്പോൾ ഈ വിഷയം വളരെ കത്തുന്ന ഒരു വിഷയം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു മന്ത്രി, രണ്ടാമത് ഗണേഷ് കുമാർ, എല്ലാവരും അറിയുന്ന ഒരു മന്ത്രിയെ ഉള്ളെങ്കിൽ പോലും ബാലകൃഷ്ണയുടെ മകനാണ്, എല്ലാവരും അറിയുന്നത്. കേരളം മൊത്തവും ഈ ഒരു വിഷയം
മറ്റു പല വിഷയങ്ങളും ഏറ്റെടുത്ത് മാങ്കൂട്ടത്തിൻ്റെ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഏറ്റെടുത്ത് അത് ശരിയല്ലെന്ന് പറഞ്ഞു നിന്നുകൊണ്ടിരുന്ന CPM-നെ അടിക്കാൻ പ്രതിപക്ഷത്തിനും BJP-ക്കും കിട്ടുന്ന ഏറ്റവും വലിയ ആയുധമാണ്. ഏതായാലും അത് ഇവരിപ്പം എന്തായാലും വെളിയിൽ വന്നിട്ടുണ്ട്, ബൈറ്റ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ പരാതി ഉണ്ടെന്ന് പറയുന്നുണ്ട്, തെളിവുകളുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഈ സ്ത്രീ ആരാണെന്ന് കൂടി ഒരുപക്ഷെ അറിയാമെങ്കിൽ വെളിയിൽ പറയാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിചാരം. പക്ഷേ മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം ചോദിക്കുകയാണ്, മുഖ്യമന്ത്രിക്ക് അടുത്ത് വരെ ഈ പരാതി എത്തി. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ അതിജീവിത, നടി ആക്രമിക്കപ്പെട്ട കേസിൽ അതിജീവിത ഒരു ചാനലിന് നൽകിയ ഇന്റർവ്യൂവിൽ അവർ പറഞ്ഞത്, എനിക്ക് വല്ലാത്തൊരു ധൈര്യം തന്ന ആളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതായത് ഞങ്ങൾ എല്ലാവരും കൂടെയുണ്ട്, ധൈര്യമായി മുന്നോട്ട് പോകൂ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് എന്നാണ് അവർ പറഞ്ഞത്. അപ്പോ ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ത്രീകൾക്കൊപ്പം സംസ്ഥാന സർക്കാർ ഉണ്ട് എന്നുള്ളത് പറഞ്ഞു വയ്ക്കുകയാണ് അവിടെ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഭരണവകുപ്പിലുള്ള ഒരു മന്ത്രിയുടെ ഭാര്യയാണ് പരാതി നൽകിയത്. എന്റെ ഭർത്താവ് എന്നെ ശാരീരികമായി ഉപദ്രവിക്കുന്നു, അല്ലെങ്കിൽ മറ്റൊരു സ്ത്രീയുമായുള്ള ബന്ധം, എനിക്ക് അത് കണ്ട് ഫോട്ടോ എടുത്തപ്പോൾ എന്നെ ഉപദ്രവിച്ചു, ആ ഫോട്ടോ മൊബൈൽ അടക്കം പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചു, പോലീസ് നോക്കിക്കൊണ്ട് നിന്നതല്ലാതെ ഇടപെടാൻ ശ്രമിച്ചില്ല എന്നുള്ള ഗുരുതരമായ പരാതിയാണ് അവർ പറയുന്നത്. സത്യത്തിൽ ഗണേഷ് കുമാറിന്റെ ഭാര്യയ്ക്ക് നീതി വേണ്ട, ദിലീപ് കേസിലെ അതിജീവിതയ്ക്ക് നീതി വേണം, അതാണോ? അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സെലക്റ്റീവ് ആളുകൾക്ക് മാത്രം നീതി മതി എന്നുള്ളതാണോ സംസ്ഥാന സർക്കാർ ചിന്തിച്ചിരിക്കുന്നത്? ഇതിലിപ്പോൾ ധന്യയും പ്രശാന്ത് സാറും പറഞ്ഞ ഒരു സാഹചര്യത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്, ഒരാളുടെ കിടപ്പറയിൽ ഒരു പരസ്ത്രീയെ കണ്ടു എന്ന് അയാളുടെ ഭാര്യ പുറം ലോകത്തോട് പറയുന്നു. ഇതിൻ്റെ ശരിതെറ്റുകളാണ്. അങ്ങനെ ശരിതെറ്റുകൾ പരിശോധിക്കുമ്പോൾ 3 കാര്യങ്ങളായിരിക്കും പരിശോധിക്കേണ്ടി വരിക. 1, അതിനകത്ത് ക്രൈം, നിയമപ്രശ്നമുണ്ടോ? 2, അതിനകത്ത് സാമൂഹ്യ പ്രശ്നമുണ്ടോ? 3, രാഷ്ട്രീയ പ്രശ്നമുണ്ടോ? ഈ 3 സാറ് പറഞ്ഞതിൽ അതുണ്ട്. അങ്ങനെയാകുമ്പോൾ എനിക്ക് തോന്നുന്നു നിയമപ്രശ്നം ഇതിനകത്ത് വരില്ല. ഗണേശിന്റെ കിടപ്പറയിൽ കണ്ട സ്ത്രീക്ക് 18 വയസ്സ് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ നിയമപ്രകാരം അയാൾ കുറ്റവാളിയല്ല. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ അടുത്ത് പരാതി കൊടുത്തിട്ട് കേസ് എടുത്തില്ല, ആഭ്യന്തര വകുപ്പല്ലേ എന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. കേസ് എടുക്കാൻ ഒഫൻസ് വേണം, ഒഫൻസ് ഇല്ല. ബട്ട് രണ്ടാമത്തെ പ്രശ്നമുണ്ട്. രണ്ടാമത്തെ പ്രശ്നം എന്താ വെച്ചാൽ, വിവാഹിതനായ ഒരാൾ മറ്റൊരു സ്ത്രീയുമായി ബന്ധത്തിൽ ഏർപ്പെടുന്നത് 400 സ്ത്രീകളുടെ കൂടെ കിടന്നാലും കുറ്റകരമല്ല, അവർക്ക് സമ്മതമാണ്. ഇന്ത്യയിൽ സുപ്രീം കോടതി വിധിയുണ്ട് മോളെ, ഇഷ്യൂ അല്ല അത്. ഒറ്റ പ്രശ്നമുള്ളൂ. രണ്ടാമത്തെ പ്രശ്നമുണ്ട്, സാമൂഹ്യ മര്യാദയുടെ ലംഘനം. ഈ പൊട്ടൻ, ഞാൻ സോറി, കാരണം മന്ത്രിയാണെങ്കിൽ പോലും അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തെ പോലെ ചിന്തിക്കുന്നവരോ അങ്ങനെ ഉദാരമായ ഒരു ലൈംഗികതയിൽ വിശ്വസിക്കുന്നവരോ ഒന്നും ആവില്ല. അവരുടെ ഭാര്യയായി വന്ന സ്ത്രീ, അവര് അഗ്നിസാക്ഷിയായി വന്ന, എനിക്കറിഞ്ഞുകൂടാ അവരെ ആരായാലും എക്സോർവൈ അങ്ങനെയാണല്ലോ നിങ്ങൾ, എനിക്കൊന്നു ഈ ഹിന്ദു സംസ്കാര പ്രകാരം അല്ലെ, രീതി പ്രകാരം അങ്ങനെ അഗ്നിസാക്ഷിയായി ഒരു ഏകപത്നി വ്രതവുമായി ജീവിക്കുന്ന ഒരു സ്ത്രീയാണെന്ന് വെച്ചോളൂ. സ്ത്രീ മാത്രമേ ഉള്ളൂ, പുരുഷനില്ല അല്ലേ? പുരുഷനില്ല. അതാ സ്ത്രീയോ പുരുഷന്മാര് പറയട്ടെ. ഞാൻ പറഞ്ഞ കണ്ടിന്യൂ, ഞാൻ പറഞ്ഞ ഏകഭക്തി വ്രതവുമായിട്ട് ജീവിക്കുന്നത്, ഞാൻ ടോക്കിനിലൊക്കെ ഞാൻ പറഞ്ഞ ജീവിക്കുന്ന അവര് മാത്രമേ ഉള്ളൂ, ഗണേശനില്ലെന്നാ പറഞ്ഞേ. അല്ല, ഗണേശനില്ലാന്ന് മാത്രമല്ല, പുരുഷന്മാരൊട്ടും ഇല്ലാന്ന് ജനറലൈസ് ചെയ്യുന്നു പറഞ്ഞോളൂ, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ കാര്യത്രേ ഉള്ളൂ. അങ്ങനെ ജീവിക്കുന്ന ഒരു സ്ത്രീ അവര് ജീവിക്കുന്ന വീട്ടിലേക്ക്, അവരുടെ കിടപ്പറയിൽ പക്ഷേ അവരെന്തോ അലോഹ്യം ഉണ്ടായിരുന്നു ഒരാഴ്ച, എങ്കിലും അവരുടേതെന്ന് നിയമപ്രകാരവും സാമൂഹ്യ മര്യാദ പ്രകാരവും അവരുടെ കിടപ്പറയിൽ മറ്റൊരു സ്ത്രീയെ കാണുമ്പോൾ ഏതൊരു സ്ത്രീയും പൊട്ടിത്തെറിക്കുമെന്നും വേദനിക്കുമെന്നും അറിയാമെന്നുള്ള കോമൺ സെൻസ് അദ്ദേഹം കാണിക്കണം. പിന്നെ ഇത് നിയമത്തിൻ്റെ മുമ്പിൽ ഒരൊറ്റ സ്ഥലത്ത് മാത്രമേ ഇവരുടെ ഈ പ്രസ്താവനയും ഈ വെളിപ്പെടുത്തലും ഉപകരിക്കുള്ളൂ. എവിടെയെന്നറിയോ? ഫാമിലി കോർട്ടിൽ നിങ്ങൾക്ക് ഡിവോഴ്സിന് വേണ്ട ഗ്രൗണ്ടാണ്. ഫാമിലി കോർട്ടിന് ഒരു ഭാര്യ പോയിട്ട്, ഇപ്പോൾ എൻ്റെ ഭാര്യ എനിക്കെതിരെ കുടുംബ കോടതിയിൽ പോയിട്ട് എനിക്ക് അഹമ്മദ് മാഷിൻ്റെ കൂടെ ജീവിക്കണ്ട എന്ന് പറയുമ്പോൾ അതിന് കുടുംബ കോടതിയിൽ വേണ്ട ഡിവോഴ്സിന് ആവശ്യമായ ഗ്രൗണ്ടാണ് പരസ്ത്രീ ബന്ധം. അതിനപ്പുറം ഒരു നിയമപ്രശ്നവും ഇതിനകത്തില്ല. 2, അപ്പോൾ സാമൂഹ്യ പ്രശ്നം എന്ന നിലയിൽ ഇത് മാനിക്കണമായിരുന്നു. ഞാൻ ആലോചിക്കുന്നത്, എപ്പോഴും നമ്മുടെ രാഷ്ട്രീയക്കാർ കാണിക്കുന്ന ഇമാതിരി തോന്നിവാസങ്ങൾ മലയാള കേരള രാഷ്ട്രീയത്തിലെ വലിയ വാർത്തയാകുമ്പോൾ ഒക്കെ ഞാൻ ആലോചിക്കുന്നുണ്ട്. ഈ പൊട്ടന്മാർക്ക് ലെവലേശം ബുദ്ധിയില്ലേ? ഞാൻ ആദ്യം ചോദിച്ചത് ഇതേ ചോദ്യം കുഞ്ഞാലിക്കുട്ടിയെക്കുറിച്ചാണ്. വ്യവസായ മന്ത്രിയെപ്പോലെ, ഉപമുഖ്യമന്ത്രിയെ പോലെ വലിയ പദവിയിലൊക്കെ ഇരിക്കുന്ന ആൾക്ക് കോഴിക്കോട്ടങ്ങാടിയിലെ 3rd റേറ്റ് വേശ്യകൾക്ക് വലിയ പ്രതിഫലം കൊടുത്ത് കൊണ്ടുപോകേണ്ട വല്ല കാര്യമുണ്ടോ? എന്നിട്ട് ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൽ കൂടേണ്ട വല്ല കാര്യമുണ്ടോ? ഇവിടെയെല്ലാം പോകാം.
മന്ത്രിമാർക്ക് സർക്കാരിന്റെ ചെലവ് നമ്മുടെ നികുതി പണം കൊണ്ട് എവിടെയെല്ലാം പോയിക്കൂടാ. എന്നിട്ട് മലേഷ്യയിലൊക്കെ ഷൊർണൂർ ഗസ്റ്റ് ഹൗസിൽ കിടന്നുറങ്ങേണ്ട വല്ല കാര്യമുണ്ടോ? കോഴിക്കോട് YMCAയിൽ കിടന്നുറങ്ങേണ്ട കാര്യമുണ്ടോ? ഈ ചോദ്യം എല്ലാവർക്കും ബാധകമാണ്, ഇത്തരം ആരോപണങ്ങളൊക്കെ. അപ്പോൾ ഇത് സാമൂഹ്യ പ്രശ്നം പരിഗണിക്കാതെ, ഒരു മനുഷ്യന്റെ സാമൂഹ്യമായ വ്യക്തിത്വം പരിഗണിക്കാതെ, നമ്മുടെ കേരളത്തിന്റെ സാമൂഹ്യ മര്യാദകൾ പാലിക്കാതെ, നമ്മുടെ സംസ്കാരത്തിന്റെ നടപ്പുകൾ മൂല്യങ്ങളും പാലിക്കാതെ, കോമൺ സെൻസ് ഇല്ലാതെ ഒരു പരസ്ത്രീ ബന്ധത്തിലേക്ക് പോയി എന്നാണ് ഇദ്ദേഹത്തിന്റെ സാമൂഹ്യ പ്രശ്നം. അത് മാത്രമേ ഇതിൽ അവശേഷിക്കുന്നുള്ളൂ. രാഷ്ട്രീയ പ്രശ്നം, എനിക്ക് തോന്നുന്നത് ഇത്തരം ഇഷ്യൂസ് ഉയർത്തിക്കൊണ്ടുവരുന്നത് ഒന്നും രാഷ്ട്രീയ പ്രശ്നമല്ല തന്നെ. എന്താ രാഷ്ട്രീയ പ്രശ്നം? ഒരു രാജ്യത്തോട്, ഒരു പൊതുസമൂഹത്തോട് ഒരു പൊതുപ്രവർത്തകൻ കമ്മിറ്റ് ചെയ്ത കാര്യങ്ങൾ എന്താണോ അത് അയാൾ ചെയ്യുന്നുണ്ടോ ഇല്ലയോ? KB ഗണേഷ് കുമാറിനെ കേരളത്തിന്റെ ഗതാഗത വകുപ്പ് മന്ത്രിയാണ്, അപ്പണി അയാൾ ചെയ്യുന്നുണ്ടോ? കൊള്ളാമോ? അഴിമതി നടത്തിയിട്ടുണ്ടോ? അതിൽ സ്വജനപക്ഷപാതം ഉണ്ടോ? എനിക്ക് തോന്നുന്നു താരതമ്യേന കേരളത്തിൽ ഭേദപ്പെട്ട ഗതാഗത മന്ത്രിയാണ് അയാൾ. ആണല്ലോ. നിങ്ങൾ എന്ത് കുന്തമാണ് അയാളെ കടപ്പറയിൽ ഒരാളെ കണ്ടു എന്നത് എങ്ങനെയാണ് ഇന്ത്യയിലെ ഒരു പൗരന്, അയാൾക്ക് വോട്ട് ചെയ്യുന്ന പത്തനാപുരത്തെ വോട്ടർക്ക് പോലും അയാളെ അത് ചോദ്യം ചെയ്യാനുള്ള അവകാശമില്ല. കാരണം അത് രാഷ്ട്രീയ പ്രശ്നമല്ല. രാഷ്ട്രീയ പ്രശ്നം എന്ന് പറയുന്നത് ഒരു സമൂഹത്തോട് അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തോട് ഒരു വ്യക്തി നടത്തുന്ന കമ്മിറ്റ്മെന്റ്. അത് ചിലപ്പോൾ ഭരണഘടനാ ലംഘനമാവും. ഞാൻ അഴിമതിരഹിതനായി ഭരിക്കും എന്ന് സത്യപ്രതിജ്ഞ ചെയ്തയാൾ അഴിമതിക്കാരനാണെന്ന് തെളിഞ്ഞാൽ നിങ്ങൾക്ക് അയാൾ കുന്നിക്ക് പിടിച്ച് പുറത്താക്കാം, അല്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ തോൽപ്പിക്കാം. ഇത് രാഷ്ട്രീയ പ്രശ്നമല്ല. ഇതിനകത്ത് ഇപ്പോൾ അവശേഷിക്കുന്ന ഒരു പ്രശ്നമൊന്ന് എനിക്ക് തോന്നുന്നത്, ഇതിനകത്ത് ആശ്വാസകരമായൊരു കാര്യമുണ്ട്. പ്രശാന്ത് സാറും ധന്യം യോജിച്ചാലും ഇല്ലെങ്കിൽ ഞാൻ പറയട്ടെ, ഇത്തരം വാർത്തകൾ നിരന്തരമായി പുറത്തു വന്നിട്ട് ഗണേഷ് കുമാർ ഇപ്പം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു രാഷ്ട്രീയക്കാരൻ വിളിച്ചു പറയുന്നത്, എനിക്ക് ഒരുപാട് പ്രണയങ്ങളുണ്ട്, എന്ത് വേണോടാ എന്ന് ചോദിക്കുന്നുണ്ടല്ലോ. ഒരു പക്ഷേ അത് ഇവരോടുള്ള വാശി കൊണ്ടുകൂടിയാവാം, ഇവരെ മടുത്തിരിക്കാം, നേരത്തെ കല്യാണം കഴിച്ചത് ഇതുപോലെ ഇഷ്യൂസ് ഉണ്ടായിരിക്കാം. അപ്പോൾ ഒന്നിലേറെ പ്രണയങ്ങൾ, ഒരുപാട് പ്രണയങ്ങളെ അല്ലെങ്കിൽ ഒരുപാട് സ്ത്രീകളോട്, അത് ശാരീരികമോ മാനസികമോ ആയ അദ്ദേഹത്തിൻ്റെ ശക്തിയോ ദൗർബല്യമോ എന്താവട്ടെ, അത് അദ്ദേഹത്തിന് വേണമായിരിക്കാം. അങ്ങനെ ഒരു ക്യാരക്ടറാണ് ഞാനെന്ന് ഗണേഷ് കുമാർ എന്ന പൊതുപ്രവർത്തകൻ കേരളത്തോട് പറഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങൾ വേണമെങ്കിൽ വോട്ട് ചെയ്തോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവനെ കൊള്ളൂല്ലെങ്കിൽ തോൽപ്പിച്ചോ. അതിനപ്പുറം ഒരു ക്രിമിനൽ കുറ്റവും ഒഫൻസും ആ മനുഷ്യൻ്റെ പേരിൽ എടുക്കാൻ നിവൃത്തിയില്ല. ഇത് ഒരു ഗുണമുള്ളതെന്ന് വെച്ചാൽ അദ്ദേഹം അത് പറയാനെങ്കിലും തയ്യാറായി. ദയനീയമായൊരു ചിത്രം സാറേ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഏതാണെന്നറിയോ? ഇപ്പോഴത്തെ MP രാജ്മോഹൻ ഉണ്ണിത്താനെ മഞ്ചേരിയിൽ ഒരു കൂട്ടം DYFIക്കാർ, ഒരു കൂട്ടം SDPIക്കാർ, അന്ന് NDF ആണ്, ഒരു രാത്രിയിൽ ഒരു എന്തെങ്കിലും കാര്യമുണ്ടോ? ഇദ്ദേഹം ഒരു ദീർഘയാത്ര പോകുന്നു, കൊല്ലത്ത് നിന്ന് പുറപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു പെൺകുട്ടിയുണ്ട്. അദ്ദേഹം വാടകയ്ക്ക് എടുത്ത ഒരു വീട്ടിൽ മഞ്ചേരി വന്ന് താമസിക്കുന്നു. എന്ത് കാര്യമുണ്ട് നാട്ടുകാർക്ക്? എന്നിട്ട് അവിടെ വളഞ്ഞു വെക്കുന്നു, ഓർമ്മയില്ലേ ചാനൽ? എന്നിട്ട് ആ മനുഷ്യൻ, ഈ ഗജകേസരിയായ മനുഷ്യനുണ്ടല്ലോ, അന്നത്തെ ആ നിമിഷത്തിൽ ഇരുന്ന ദയനീയമായ ചിത്രമുണ്ട്. പിന്നെ അവസാനം അദ്ദേഹം പിറ്റേന്ന് മെഡിക്കലിൽ ചെന്നിട്ട് എനിക്ക് 450 ഷുഗർ, എനിക്കൊന്നും കഴിയത്തില്ലെന്നുള്ള സർട്ടിഫിക്കറ്റ്. എന്തൊരു വൃത്തിയുടെ. അതിന് പകരം ഇപ്പൊ ഗണേഷ് പറഞ്ഞ വർത്താനാ പറയേണ്ടത്. എനിക്ക് ഇഷ്ടമുള്ള പെണ്ണിനെ 18 വയസ്സ് പൂർത്തിയാ, അവള് പരാതിപ്പെടാത്ത കാലത്തോളം ഇന്ത്യൻ നിയമപ്രകാരം ഭാര്യ പരാതിപ്പെട്ടൊരു കാര്യമില്ല, കേസെടുക്കാനൊന്നും പറ്റില്ല. ഭാര്യയ്ക്ക് ആകെ പരാതിപ്പെടാവുന്ന ഞാൻ പറഞ്ഞ ഒറ്റ വകുപ്പില്ല. ഫാമിലി കോർട്ടിൽ പോവാം, എനിക്ക് ഇയാൾക്ക് പരസ്ത്രീ ബന്ധമുണ്ട്, ഞാനിത് തെളിയിച്ചിരിക്കുന്നു. ആ തെളിവും വേണമെങ്കിൽ ആ ഫോട്ടോഗ്രാഫും ആ വീഡിയോസും ഒക്കെ ഫാമിലി കോർട്ടിൽ ഹാജരാക്കി ഡിവോഴ്സ് വാങ്ങിപ്പോകാം. ഗണേശിനെ 1 മണിക്കൂർ അറസ്റ്റ് ചെയ്യാൻ വകുപ്പില്ല, ഒന്നുമില്ല അതിനകത്ത്. ഞാൻ പറയുന്നത് ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, കേരളത്തിലെ രാഷ്ട്രീയക്കാർക്ക് ഈ ബോധം വേണം. ഇപ്പം എല്ലാവർക്കും ഇത് വ്യാപകമായി വരുമ്പോൾ, ഇപ്പോഴും കുഞ്ഞാലിക്കുട്ടി സമ്മതിച്ചിട്ടില്ലല്ലോ. ഇല്ല. എന്താ സംഭവിച്ചാൽ, എനിക്ക് നല്ലൊരു കോഴിക്കോട്ട് അങ്ങാടിയിൽ അന്നത്തെ ഈ ശ്രീദേവിക്കും കൂട്ടർക്കും കിട്ടുന്ന റേറ്റിൻ്റെ 6-7 ഇരട്ടിയാണ് ഇയാളോട് കാശ് വാങ്ങിച്ചത്. ഏറെ കാശും കൊടുത്ത് പോയിട്ട് അന്ന് പോയിട്ട് പിന്നെ ഏതോ ഇപ്പറഞ്ഞ രാഷ്ട്രീയക്കാരുടെ, അപ്പുറത്തെ എതിരാളികളുടെ, റൌഫിൻ്റെയും കൂട്ടരുടെയൊക്കെ തിരിപ്പിന് വഴങ്ങിയിട്ട് അവർ വിളിച്ചു പറയാണ്, എന്നാ സാറേ ഈ പീഡനം നടക്കുന്നതൊക്കെ എപ്പോഴാണ് കേസാവണത്? 10 കൊല്ലം. ഇതിൻ്റെയൊക്കെ പിന്നിൽ സാറ് പറഞ്ഞ ഇഷ്യൂ ആണ്, രാഷ്ട്രീയമാണ്, ആ പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഗണേഷ് കുമാറാണ് എന്നതുകൊണ്ട് ഇതിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിലൊന്നും അർത്ഥമില്ല. പിന്നെ ഭാര്യമാര്, എനിക്ക് തോന്നുന്നു ഇവരുടെ പേരെന്താണെന്ന് എനിക്കറിയാം, നമ്മൾ പേര് പറയുന്നില്ലല്ലോ, ഇവരെന്നല്ല. ഇനിയും ഗണേഷ് കുമാർ കല്യാണം ആലോചിച്ച് ഗണേഷ് കുമാറിന് ഭാര്യ വേണം തോന്നിയാൽ, ഗണേഷ് കുമാറിന്റെ ഭാര്യയായി പോകുന്നതിന് മുമ്പ് ഒന്ന് അയാളുടെ ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കണം. ഇയാൾ ഇങ്ങനെയൊക്കെയാണ്, ഇയാൾക്ക് 1, 2, 10 പ്രണയമൊന്നും പോരാ, ഇഷ്ടം പോലെ പ്രണയം. ഇയാളുടെ ട്രാക്ക് റെക്കോർഡിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അതിനകത്ത് ഇഷ്ടംപോലെ താരമൂല്യം ഉള്ളതും അല്ലാത്തതും, തേർഡ് റേറ്റ്. ഇപ്പോൾ ഒന്നാലോചിച്ച് നോക്കൂ, ആരോപണങ്ങൾ മാത്രമാണേ, ആരോപണങ്ങൾ കേട്ടത് വെച്ച് ഞാൻ പറയുകയാണ്.
ശ്രീവിദ്യ തൊട്ട് സരിത വരെ ആ റേഞ്ചിലൊക്കെയുള്ള ആളുകളുമായിട്ടുള്ള റിലേഷൻസ് വന്നിട്ടില്ലേ? കോഴിക്കോട്ട് ഞാൻ കൊയിലാണ്ടി വരെ ഒരു വണ്ടിയിൽ ഒരു സുന്ദരി പെണ്ണിനെ കണ്ടിട്ട് അതിനെ ഫോളോ ചെയ്ത് ഇവനും കൂട്ടുകാരും പണ്ട് പോയതിന്റെ കേസുണ്ട്. ഞാൻ പറയുന്നത് അപ്പോൾ ഇനിയും അവനെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഈ ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ചോട്ടെ, എന്നിട്ട് ഭാര്യമാരായിട്ട് പോയാൽ മതി. അല്ലാതെ ഇത് സംഭവിച്ചു കഴിഞ്ഞിട്ട് അവന്റെ പിന്നാലെ ഒളി ക്യാമറ ആയിട്ട് നടക്കുക, എന്നിട്ട് ഞാൻ വീട്ടിൽ പോയിട്ട് ആ സമയത്ത് വന്നു നോക്കുക, ഇങ്ങനെ ചാരക്കണ്ണുകളായിട്ട് ജീവിക്കാൻ പറ്റില്ല. ഇതിനകത്ത് ഇപ്പോ മാത്രമല്ല, ഇതിനകത്ത് ഇപ്പൊ എന്തായി, ഇപ്പൊ ഏത് രാഷ്ട്രീയക്കാരനെ അത് ഉന്നയിക്കാം. ഇപ്പൊ പിണറായി നടപടി എടുത്തില്ല എന്ന് പറഞ്ഞല്ലോ, എങ്ങനെ എടുക്കുക? പോട്ടെ, ഇനി പിണറായിക്കെതിരെ ഇപ്പൊ ഇന്നലെ വരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? PK ശശി, P ശശി, ശ്രീരാമകൃഷ്ണൻ അല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? കടകംപള്ളി സുരേന്ദ്രൻ, നമ്മളെ എണ്ണം അങ്ങനെ, ഗോപി കോട്ടമുറിക്കൽ, നമ്മൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നല്ലോ. ഇവരൊക്കെ 24 മണിക്കൂർ കൊണ്ട് അപ്പുറത്ത് ചെന്ന് ചേർന്നാലോ വിശുദ്ധന്മാരായില്ലേ? PK ശശിയെ കുറിച്ച് ഇനി പറയോ? കേരളത്തിലെ കോൺഗ്രസ് UDF ഉണ്ട്, ഇതാ സ്ഥിതി. അപ്പൊ ഈ രാഷ്ട്രീയക്കാർ നോൺ ഇഷ്യൂസ്, ഞാൻ പറഞ്ഞ രാഷ്ട്രീയക്കാർ രാഷ്ട്രീയ പ്രശ്നമേ ഉയർത്താവൂ, നോൺ ഇഷ്യൂസ്, നോൺ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഉയർത്തരുത്. ഈ മാതിരി വൃത്തികെട്ട കഥകളൊന്നും എനിക്ക് തോന്നുന്നു മീഡിയ ആകെ ചോദിക്കേണ്ട ചോദ്യം എന്താ? മോളെ, നിങ്ങൾക്ക് ഡിവോഴ്സ് വേണോ? ഫാമിലി കോർട്ട് കേസ് കൊടുത്തിട്ടുണ്ടോ? എന്ന ചോദ്യം മാത്രമേ ഈ മീഡിയക്കാരൻ ചോദിക്കേണ്ട കാര്യമുള്ളൂ. ഈ ഏഷ്യാനെറ്റല്ല അവൻ്റെ അപ്പനായാലും ചോദിക്കേണ്ട കാര്യം അത്രയേ ഉള്ളൂ. അതിനപ്പുറത്ത് ഒരു വാർത്തക്കും ഒരു സ്കോപ്പില്ല. എന്നിട്ട് അടുത്ത വാർത്ത കൊടുക്കുന്നത് എന്താ? ഗണേഷ് കുമാർ വീണ്ടും വിവാഹമോചനത്തിലേക്ക്. അതാണ് ഇതിനകത്തെ വാർത്ത. അല്ലാതെ ഇവർക്ക് ഈ സ്ക്രീൻ സ്പേസ് കൊടുക്കേണ്ട കാര്യം എന്താ? ഇതാണ് ഇതൊന്ന് അസംബന്ധം എന്ന് വേണം. ഇമാതിരി വാർത്തകളെയാണ് അസംബന്ധം എന്ന് പറയേണ്ടത്. കേരളത്തിലെ രാഷ്ട്രീയക്കാർ ഏതായാലും ഇതൊന്നും ഉന്നയിക്കാൻ പോകുന്നില്ല. രാഷ്ട്രീയക്കാർ ഇത് ഉന്നയിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? പരസ്പരം എല്ലാവരും ഈക്വലാണ്. ഈ കുളിമുറിയിൽ എല്ലാവരും നഗ്നരാണെന്ന് പറയുന്നത് കൊണ്ടാണ്. ഞാൻ പറയുന്ന റീസൺ അതല്ല. ഇത് പൊളിറ്റിക്കൽ അല്ല എന്ന കാരണം കൊണ്ട് മാറ്റിവെക്കണം. പഴയ കാലത്ത് എൻ്റെ പൊന്നു സാറേ, നിങ്ങൾ രാഷ്ട്രീയ ചരിത്രം ഒന്ന് എടുത്തു നോക്കി. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അവിഹിത ബന്ധമില്ലാത്ത രാഷ്ട്രീയക്കാരുടെ എണ്ണം എണ്ണിക്കോളൂ. ജവഹർലാൽ നെഹ്റു തൊട്ട് ഇങ്ങോട്ട് ഏത് പാർട്ടിക്കാരാ ഇല്ലാത്തത്? ആരെങ്കിലും അത് വിളിച്ചു പറഞ്ഞിരുന്നു? കേരള കോൺഗ്രസ് എങ്ങനെ ഉണ്ടായത് അറിഞ്ഞൂടെ സാറിന്? ഇതിനൊക്കെ ഒരു പെണ്ണ്, എല്ലാത്തിന്റെയും പിന്നിൽ ഒരു പെണ്ണുണ്ട് എന്ന് പറയും. ഞാൻ പറഞ്ഞത് എല്ലാത്തിന്റെയും പിന്നിൽ ഒരു പെണ്ണുണ്ടെന്നാണ്. അതാ പറഞ്ഞത്. എല്ലാ രാഷ്ട്രീയ സംഭവവികാസങ്ങളും, എല്ലാ പുരുഷന്മാരുടെ വിജയത്തിന് പിന്നിൽ പെണ്ണുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അതെന്താ ഭാര്യയായിക്കൂടെ? ഏതായാലും ഈ തലത്തിലേക്ക് വേണം ഈ മലയാളത്തിന്റെ ഒരു രാഷ്ട്രീയ ബോധം ഉയർന്ന് ചിന്തിക്കാൻ. ഞാൻ പറയുന്നത് ആ ബോധം ഉണ്ടായിരുന്നു നമുക്ക്. നല്ല രാഷ്ട്രീയം ഉണ്ടായിരുന്ന കാലത്ത് ആർക്കെല്ലാം എതിരെ സാർ ഓർക്കുന്നുണ്ടോ? AK ഗോപാലനെതിരെ അധാർമികമായ ഒരു ആരോപണം ഉന്നയിക്കുന്നത് 2020 ഈ VT ബലറാമ, ഓർമ്മയില്ലേ? അതിനു മുമ്പ് നാട്ടുകാർക്ക് അറിഞ്ഞൂടെ AKജിയുടെ ആത്മകഥയിലുള്ളത്? അത് പറയേണ്ടതല്ല എന്ന് തോന്നുന്നുണ്ടെന്ന് പറയാം. പറയാൻ ധൈര്യമില്ലാഞ്ഞിട്ടൊന്നുമല്ല, എന്റെ ആവശ്യമില്ല. പൊളിറ്റിക്കൽ ഇഷ്യൂ അല്ല. AK ഗോപാലന്റെ നന്മ നിങ്ങൾക്ക് ഒരു ദിവസം മുഴുവൻ പറഞ്ഞാൽ തീരൂല. പിന്നെ അയാളുടെ ഒളിവ് ജീവിതകാലത്തുണ്ടായ ഏതെങ്കിലും അവിഹിത ബന്ധത്തെ കുറിച്ച് പറഞ്ഞ സമയം കളയണം. അത് അപ്പൊ അത്തരത്തില് ഈ രാഷ്ട്രീയമല്ലാത്ത പ്രശ്നങ്ങൾ വിളിച്ചു പറയുന്നതാണ് അരാഷ്ട്രീയവാദം, അല്ലാതെ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് വിട്ടുപോകുന്നതല്ല. എന്തായാലും ഗണേശിന്റെ വ്യക്തിപരമായ കാര്യങ്ങളെക്കാളും അധികം ഒരു ജനപ്രതിനിധി ആയിരുന്നപ്പോൾ എങ്ങനെയാണ് ജനങ്ങളോട് ഇടപെട്ടത്, അതല്ലേ, അത് വളരെ പ്രധാനമല്ലേ. അങ്ങനെ നോക്കുമ്പോ ഞാൻ പറയുന്നത്, കേരളത്തിലെ ട്രാൻസ്പോർട്ട് മന്ത്രിമാരിൽ നിങ്ങൾ 10 പേരെടുത്താൽ 4 പേരെങ്കിലും നല്ലത് പറയുന്ന ഒരു മന്ത്രിയല്ലേ ഗണേശ്? എന്തെല്ലാം കാരണം, അബദ്ധങ്ങളൊക്കെ പറ്റുന്നുണ്ടാവും. ഇപ്പൊ ഈ ഡ്രൈവിംഗ് ലൈസൻസ് പരിഷ്കാരമൊക്കെ ഈ ഡ്രൈവിംഗ് സ്കൂൾ ലോബികളാണ് എതിർക്കുന്നത്. സാധാരണക്കാർക്ക് ഗുണാണ്. എന്തെല്ലാം കാര്യങ്ങൾ അങ്ങനെ തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് ആ രീതിയിൽ ഒരു ശരിയായ ദിശാബോധത്തിലേക്ക് നമ്മുടെ രാഷ്ട്രീയം വരട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.